കോഴിക്കോട് വടകര കരിമ്പനപാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മലപ്പുറം എടപ്പാളിലെ ലൈഫ് ലൈൻ ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലെ ജീവനക്കാരനായ മനോജ്, ജോയൽ എന്നിവരാണ് മരിച്ചത്. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ് മനോജ്. ജോയൽ കണ്ണൂർ പാറശ്ശേരി സ്വദേശിയുമാണ്. കുന്നംകുളത്തുകാരായ ഒരു കുടുംബത്തെ ഞായറാഴ്ച ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിലേക്കായി കാരവാനിൽ കണ്ണൂരിലെത്തിച്ചിരുന്നു. ശേഷം അന്നു രാത്രി 11:30 ജോയലും മനോജും കണ്ണൂരിൽ നിന്ന് തിരിക്കുകയും ചെയ്തു. 12:30 കരിമ്പനപ്പാലത്ത് റോഡരികിൽ വാഹനം നിർത്തിയിട്ടത്. തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനം മലപ്പുറത്ത് എത്തേണ്ടതായിരുന്നു. കാരവാൻ എത്താത്തതിനെ തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ടിരിക്കുന്നതായി GPS-ന്റെ സഹായത്തോടെ കണ്ടെത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിന്നാലെ പ്രദേശവാസികളിൽ ഒരാളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. കാരവാന്റെ പുറകിലായി പുതച്ച നിലയിലായിരുന്നു ജോയലിന്റെ മൃതദേഹം. കാരവാനിൽ വാതിലിനോട് ചേർത്തായിരുന്നു മനോജിന്റെ മൃതദേഹം കിടന്നിരുന്നത്. മനോജിന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോലുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരണപ്പെട്ടതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. AC-യിൽ നിന്നുള്ള ഗ്യാസ് ലീക്കാകാം മരണകാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് വിവരം. പണം ഞങ്ങൾ തരും. മൃതദേഹങ്ങൾ നിലവിൽ കാരവാനിൽ നിന്ന് മാറ്റിയിട്ടില്ല. രാവിലെ മുതൽ വാഹനം നിർത്തിയിട്ട നിലയിൽ തന്നെയായിരുന്നു. നാട്ടുകാർക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരാൾ മുന്നിലെ ചവിട്ടുപടിയിലും മറ്റൊരാളെ പിൻഭാഗത്തുമാണ് കണ്ടത്. പൊന്നാനിയിൽ കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മനോജ്. ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ജോയലും. തലശ്ശേരിയിൽ വിവാഹത്തിന് വേണ്ടി ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങി വാഹനത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. AC-യിൽ നിന്നുള്ള വാതക ചോർച്ചയാകാം മരണകാരണമെന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്ന സൂചന. വടകര പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു വണ്ടൂർ വാണിയമ്പലം സ്വദേശി 27 വയസ്സുകാരനായ മനോജ്. കൂടെയുണ്ടായിരുന്ന സഹഡ്രൈവറായിരുന്നു കണ്ണൂർ പറശ്ശേരി തട്ടുമ്മൽ 26 വയസ്സുകാരനായ ജോയലും.